പൊതുവെ ആൾക്കാരുടെ മതചിന്തകൾ കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ജെയിംസ് കുരിക്കാട്ടിൽ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് നല്ലൊരു സംഘാടകനാണ്. നന്നായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒരു നല്ല വാഗ്ധോരണിയുള്ള ഒരു ആളുമാണ്. അപ്പൊ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതിനകത്ത് പല ഉദ്ദേശങ്ങളാണ് നമുക്കുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സൗഹൃദ ചർച്ചയായിട്ട് മുമ്പോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ അതിൽ താങ്കളെ തന്നെ ഇത് ജസ്റ്റ് പരിചയപ്പെടുത്തിയാൽ, ഞാൻ ആദ്യം പരിചയപ്പെടുത്തി, എന്നാലും നമുക്ക് മുമ്പോട്ട് ചർച്ച പോകുമ്പോൾ നല്ല രീതിയിൽ ആ ചർച്ച മുമ്പോട്ട് പോകാൻ അത് നന്നായി വരും എന്ന് ഞാൻ വിചാരിക്കാം. ജെയിംസ് പ്ലീസ്. പേര് ജെയിംസ് പറഞ്ഞു കഴിഞ്ഞല്ലോ. നാട്ടില് കണ്ണൂരാണ്, അതും നിങ്ങൾ സൂചിപ്പിച്ചു. ഇപ്പോൾ ഞാൻ അമേരിക്കയിലെ മിഷിഗൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ് ജീവിക്കുന്നത്. ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. മോള് കോളേജിൽ പഠിക്കുന്നു, മോന് സ്കൂളിലാണ് ഇപ്പോഴും. പിന്നെ ഒരു സ്വതന്ത്ര ചിന്തകനാണ്. എഴുത്തും വായനയും ഒക്കെ ഇഷ്ടമാണ്. 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തേത് ഒരു കഥാസമാഹാരമാണ്, അതിന്റെ പേര് മല്ലു ക്ലബിലെ സദാചാര തർക്കങ്ങൾ. രണ്ടാമത് ഒരു കവിതാ സമാഹാരം, ഒരു അവിശ്വാസിയുടെ പ്രാർത്ഥനകൾ എന്ന പേരിൽ 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കഥകളാണെങ്കിലും കവിതകളാണെങ്കിലും അതും ഈ സ്വതന്ത്ര ചിന്തയുമായി ബന്ധപ്പെട്ടതാണ്. മതവും മത തീവ്രവാദവും അതിനതീതമായിട്ടുള്ള ഒരു ലോകവീക്ഷണം ഉണ്ടാവേണ്ടതിനെ കുറിച്ചുള്ള സൂചനകളുമൊക്കെ നൽകുന്ന കഥകളാണ്. പക്ഷെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ ചുറ്റിലുമുള്ള, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ള പല കഥാപാത്രങ്ങളും ഒക്കെയുള്ള കഥകളാണ്. അത് ആമസോണിലും അവൈലബിൾ ആണ്. പിന്നെ എന്നെ കുറിച്ച് പറയാനുള്ള എന്റെ പ്രൊഫഷൻ ഫിസിക്കൽ തെറാപ്പിയാണ്. ഇവിടെ ഒരു റീഹാബിലിറ്റേഷനിൽ ഞാൻ വർക്ക് ചെയ്യും. അപ്പൊ ഈ സ്വതന്ത്ര ചിന്തക എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളത്തിലെ 4% ആൾക്കാർക്ക് പരിചയമാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഈ എസെൻസിന്റെ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് ഹിറ്റ് ആയിട്ടുണ്ട്, താങ്ക്സ് ടു മീഡിയ. കാരണം മീഡിയ ഒക്കെ നന്നായിട്ട് അതിന് കവറേജ് കൊടുക്കുന്നുണ്ട്. അനിൽകുമാറിന്റെ ആ വിഷയത്തോടു കൂടി എനിക്ക് തോന്നുന്നത് മെയിൻ സ്ട്രീമിൽ തന്നെ നിങ്ങളുടെ ചർച്ച വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ സ്വതന്ത്ര ചിന്തകളുടെ വഴി, ഈ കണ്ണൂരിന്റെ ഒരു പശ്ചാത്തലം കൊണ്ട് ചോദിക്കുകയാണ്. കുടിയേറ്റ കർഷകനാവാനാണ് ചാൻസ് പിതാക്കന്മാരായിട്ട്. എനിക്ക് തോന്നുന്ന കേരളത്തിൽ, എനിക്കറിയില്ല താങ്കളെ ഏത് ഭാഗത്താണ് കുടിയേറിയതെന്ന്, എന്നാൽ പോലും അപ്പൊ ആ ഒരു ചിന്ത, എസ്പെഷ്യലി കണ്ണൂരിന്റെ ഒരു പശ്ചാത്തലം, ഒരു കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നുള്ള ചിന്ത. കണ്ണൂർ സിറ്റി ഒരു പക്ഷേ കോൺഗ്രസ് പാർലമെന്റ് കിട്ടുമെങ്കിലും പൊതുവെ വേരോട്ടമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെന്നുള്ള കാര്യമില്ല. അപ്പൊ ആ ഒരു ചിന്ത എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടോ, അതോ നിങ്ങൾ സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തൊരു വഴിയാണ് പിതാക്കന്മാരിൽ വ്യത്യസ്തമായത്? അല്ല, ഇതൊരു സ്വതന്ത്ര ചിന്തകനായത് എങ്ങനെയാണെന്നാണ് ചോദ്യമെങ്കിൽ, സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിത വഴികളിൽ സ്വാഭാവികമായിട്ട് ഇവോൾവ് ആയതാണ്. ഇപ്പം പലരും ഈ സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ എത്തിയസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ഒന്നുകിൽ പിന്നെ റിച്ചാർഡ് ഡോക്കിൻസിനെയും സാം ഹാരിസിനെയും ഒക്കെ വായിച്ച്, അല്ലെങ്കിൽ നാട്ടിലെ ഇടമറുകിനെയും കോവൂരിനെയും ഒക്കെ വായിച്ചും അറിഞ്ഞും, അല്ലെങ്കിൽ സയൻസ് ഒക്കെ പഠിച്ച് ഈ പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലാക്കി എന്നൊക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ജീവിതാനുഭവങ്ങളിലൂടെയും പിന്നെ വായന, തീർച്ചയായിട്ടും വായന ഹെൽപ്പ് ചെയ്തിരുന്നു ചിന്തിക്കാനായിട്ട് ഒക്കെ. കൂടുതൽ ഈ ദൈവങ്ങളെ കുറിച്ചും മതങ്ങളെ കുറിച്ചും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വായിക്കുമായിരുന്നത് കൊണ്ട് അതിനോടുള്ള താല്പര്യം, മതങ്ങളും ആയിട്ടുള്ള വായനകൾ ധാരാളം ഉണ്ടായത് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷേ ഇപ്പം അജി പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ടോപ്പിക്ക് നമ്മൾ വൈ എത്തിസം, അതാണ് ഇന്നത്തെ ടോപ്പിക് അല്ലേ? രണ്ട് കാര്യങ്ങൾ നമ്മൾ വൈ എത്തിസം, രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞ താങ്കളുടെ ആ കഴിഞ്ഞ ചർച്ചയും കൂടെ പറഞ്ഞത് വൈ ആം ഐ ആൻ എത്തിയസ്റ്റ് എന്നാണ് ചോദ്യമെങ്കിൽ, ബേസിക്കലി ഐ ഡോണ്ട് നീഡ് എ ഗോഡ്, ഓർ ഐ ഡോണ്ട് തിങ്ക് എനിബഡി നീഡ്സ് എ ഗോഡ് ടു ലീവ് ഇൻ ദിസ് എർത്ത്. ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചു പോകാനായിട്ടൊരു ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവം വേണ്ട, ദൈവത്തിന്റെ ആവശ്യം എനിക്ക് പിന്നെ ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ഞാൻ വിശ്വാസിയായിരുന്ന കാലത്തും ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു 3 ഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്താൽ, ആദ്യത്തെ ഒരു 25 വർഷം ഒരു യാഥാസ്ഥിതിക കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ പിന്നെ പള്ളിയിൽ പോകുക മാത്രമല്ല, ഞാൻ അൾത്താർ സംഘം ബാലനൊക്കെ ആയിരുന്നു, ആൾട്ടർ ബോയ് ഒക്കെ ആയിരുന്നു, അൾത്താർ സംഘത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അച്ഛനോട് ചേർന്ന് ബലിപീഠ പിന്നെ അൾത്താരയില് ബലിപീഠത്തിൽ അച്ഛനോട് ചേർന്ന് നിന്ന് ബൈബിള് വായനയും ഒക്കെ
ചെയ്യുന്ന അങ്ങനെ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ്. അതിനുശേഷം ഒരു 10-25 വയസ്സായതിനു ശേഷമായിരിക്കാം ഒരു ആഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞ ലെവലില് ദൈവമുണ്ടോ ഇല്ലയോ ഉറപ്പില്ല, ഇനിയിപ്പോ ഉണ്ടേലും കുഴപ്പമില്ല ഇല്ലേലും കുഴപ്പമില്ല, നമ്മൾ ആ വഴിക്കൊന്നും ഇല്ല എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ ഒരു എത്തിയസ്റ്റ് എന്നൊന്നും പറയാം, കാരണം എനിക്കന്ന് ഉറപ്പില്ലായിരുന്നു ഈ പ്രപഞ്ചം ഇതിങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ, ഇതിങ്ങനെയൊക്കെ നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും അദൃശ്യ ശക്തിയോ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സും, നിങ്ങളൊക്കെ പറയുന്ന ലാംഗ്വേജ് ഉണ്ടല്ലോ, ഇത് എന്താണ് ഡിസൈനർ, ഗ്രേറ്റ് ഡിസൈനറോ, അപ്പൊ അങ്ങനെയൊക്കെ വേണം എന്നൊക്കെ കരുതി എന്നൊക്കെ ഉള്ള ആയിരിക്കാം എന്നൊക്കെയുള്ള സങ്കല്പത്തിലായിരുന്നു. പിന്നീടുള്ള ഒരു 10 വർഷം പിന്നീടാണ് ഞാനൊരു സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക്, എന്ന് പറഞ്ഞാൽ അവിടെയും ഞാൻ നമുക്ക് ആ ചർച്ച ഇങ്ങനെ രസകരമായിട്ട് പോകാൻ പറ്റും. ഇപ്പൊ ബുക്കുകൾ വായിച്ചു തോന്നി, എന്തെല്ലാം ബുക്കുകളാണ് വായിച്ചത് പറയാൻ പറ്റുന്ന? ഏതെല്ലാം ബുക്കുകളാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബുക്കുകളാണ്? പുസ്തകം വായന എന്ന് പറഞ്ഞാൽ ഞാനൊരു 6-7 ക്ലാസ്സില് 7 മറ്റം പഠിക്കുമ്പോഴാണ് നാട്ടിലൊരു ലൈബ്രറി വരുന്നത്. അപ്പൊ അന്ന് മുതലേ ഫിക്ഷൻ ആയിരുന്നു കൂടുതലും ഉള്ള വായനകള്. പിന്നെ ഞാൻ ലിറ്ററേച്ചർ, ഞാൻ എന്റെ പ്രൊഫഷനൊക്കെ മാറിയതാണ്, ലിറ്ററേച്ചർ ആയിരുന്നു. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലാണ് മാസ്റ്റേഴ്സും ബി.എഡും ഒക്കെ കുറച്ചു കാലം നാട്ടിലെ അധ്യാപകനായിരുന്നു. അപ്പം വായന എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള പുസ്തകങ്ങള്, പിന്നെ ഇത് ആദ്യകാലങ്ങളിലൊക്കെ ഫിക്ഷൻ ആയിരുന്നു. പിന്നീടാണ് ഇങ്ങനെയുള്ള നോൺ ഫിക്ഷൻ. ഞങ്ങളൊരു കോളേജ് അധ്യാപകനായിരുന്നു അല്ലേ? കോളേജ് അധ്യാപകനായിരുന്നു. കോളേജിലും ഹൈസ്കൂളിലും ഒക്കെ ആയിട്ട് കുറെ കാലം, കുറച്ചു കാലം നോർത്ത് ഇന്ത്യയിലെ കോളേജ്, ഞാൻ ബി.എഡ് പഠിച്ച കോളേജിൽ തന്നെ ഒരു 5 വർഷം ആ കോളേജിൽ തന്നെ ലെക്ചറായിട്ട് ജോലി ചെയ്തിരുന്നു. പിന്നെ നാട്ടിൽ റീലൊക്കേറ്റ് ചെയ്തതാണ്, നാട്ടിൽ വന്നിട്ടൊരു സ്കൂളിൽ കുറച്ചാലും ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് പിന്നീട് USA വരുന്നത്. അപ്പം വീണ്ടും അതിലേക്ക് വന്നാല് ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ വിശ്വാസിയായിരുന്ന കാലത്ത് അന്ന് എല്ലാത്തിനും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് വീട്ടിൽ അമ്മയൊക്കെ പഠിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്നൊക്കെയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ പരീക്ഷയ്ക്ക് കൂടുതലും മാർക്ക് കിട്ടും എന്ന് കരുതിയിരുന്ന ആളാണ്. രോഗങ്ങൾ വന്നപ്പോ അന്ന് പനിയൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപകടങ്ങൾ വരുമ്പോൾ പിന്നെ ഉണ്ടായാലൊക്കെ ഉണ്ടാകാണ്ടിരിക്കാൻ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് ജീവിതത്തിൽ തിരിച്ചറിയുന്ന, നമ്മള് പരീക്ഷയ്ക്ക് പിന്നെ പ്രാർത്ഥിച്ചിട്ട് പോയാലും മാർക്ക് കിട്ടില്ല, ഒരു മാർക്ക് പോലും കൂടുതൽ കിട്ടില്ല. പഠിച്ചിട്ട് പോകണം, നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടായാൽ പോയി മരുന്ന് മേടിക്കുക, അത് ക്യൂർ ചെയ്യാനുള്ള രോഗങ്ങളാണെങ്കിൽ ക്യൂർ ചെയ്യും, അല്ലെങ്കിൽ തട്ടിപ്പോകാനുള്ളതാണ് തട്ടിപ്പോകും, അത്രയേ ഉള്ളൂ. അതുപോലെ അപകടങ്ങൾ, എനിക്ക് 2-3 തവണ അപകടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ ഒരു തവണ അപകടം ഉണ്ടായെന്ന് പറഞ്ഞാല് നല്ല സ്നോ, 4-5 ഫീറ്റ് സ്നോയുള്ള ഒരു സമയത്ത് ഞാൻ പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോഴാണ് നമ്മൾ ഏറ്റവും കെയർഫുൾ ആവേണ്ടത്. കാരണം കറക്റ്റ് ഒരു കോൾ വന്നു, അതെടുത്തു, ഫോൺ വിളിച്ചുകൊണ്ട് പോയപ്പം പെട്ടെന്ന് വണ്ടി പാളി പോയി ഇടിച്ച് വലിയൊരു ആക്സിഡന്റ് ഒക്കെ ആയിരുന്നു. ശരിക്കും ഇവിടെ അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ വണ്ടിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്. അന്നും എന്റെ ഈ വണ്ടിയിൽ, ഞാനത് എന്റെ വൈഫ് ഉപയോഗിക്കുന്ന വണ്ടി ആയതുകൊണ്ട്, പുള്ളിക്കാരത്തി ഒരു കൊന്തയൊക്കെ, നമ്മുടെ റിയർ വ്യൂ മിററിൽ ഒരു രീതി ഉണ്ടല്ലോ കൊന്തയൊക്കെ തൂക്കിയിടും, അപ്പൊ ഈ കൊന്തയൊക്കെ ഇവിടെ കിടപ്പുണ്ട്, കർത്താവ് അവിടെ കിടന്ന് ഇങ്ങനെ ആടി കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ ആക്സിഡന്റിൽ നിന്ന് രക്ഷിക്കുന്നില്ല. അപ്പം നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, ശ്രദ്ധിച്ച് ഓടിക്കുക. പ്രത്യേകിച്ചും സ്നോയിൽ ഓടിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ചവിട്ടിയാൽ കിട്ടുകയില്ല. എത്രമാത്രം ശ്രദ്ധിച്ച് ഓടിക്കുന്നോ അതാണ് വേണ്ടത്. എന്നാൽ പോലും അപകടം മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടൊക്കെ കൂടി വന്ന് ഉണ്ടാകാം. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒത്തിരി അത് അവോയ്ഡ് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും, അവിടെ കൊന്ത തൂക്കിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അതവിടെ കിടന്ന് ആടത്തിയോട്. ഞാൻ അന്ന് തന്നെ ആക്സിഡന്റ് കഴിഞ്ഞ അന്നേരം തന്നെ അത് വലിച്ചൂരി ഞാൻ വിൻഡോയിലൂടെ പുറത്തേക്ക് വലിച്ചൂരി വെച്ചു കൊടുത്തയാളാണ്. കാരണം ഇനി ആ സാധനം ഇവിടെ തൂങ്ങി കിടന്നിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ സഞ്ജയന്റെ ഒരു കഥയുണ്ട്, നമ്മുടെ സ്കൂളിൽ പഠിച്ച്, സഞ്ജയന്റെ അല്ലേ, നമ്മുടെ ഒരു ഏലസിന്റെ ഒരു കച്ചവടം ഓർക്കുന്നുണ്ട്. എനിക്കാണ്, നമ്മളൊക്കെ വലിയ പ്രായ വ്യത്യാസം ഇല്ല. അപ്പൊ ഈ ഏലസ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് കിട്ടുമെന്ന് പറഞ്ഞ് 2 കൂട്ടർ ബിസിനസ് തുടങ്ങുന്ന കഥ ചേട്ടനൊക്കെ ഉള്ള സമയത്തായിരിക്കണം എനിക്കുണ്ട്, നമ്മുടെ പടാവലിയിലൊക്കെ. അല്ല, അപ്പം അതാണ് ഇതിന്റെയൊക്കെ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഉണ്ടല്ലോ ഈ പിന്നെ നമ്മുടെ നാട്ടിലെ ഈ ആത്മീയ കച്ചവടം വളരെയധികം സജീവമാണല്ലോ. ധ്യാന ഗുരുക്കന്മാര്, ഫാദർ സ്റ്റീവർ ഖാൻ വട്ടായി എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. വ്യക്തിപരമായിട്ട് പോകാതിരിക്കാൻ പറ്റും, കാരണം നമ്മളിപ്പോ ആരെയും പരാമർശിക്കേണ്ട, പേര് പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ നമ്മുടെ ഫീൽഡിൽ ഉള്ളവരും ഓരോ ദിവസവും അവരുടെയൊക്കെ വീഡിയോ വരുന്നതും നമ്മളെല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവരെ ആക്ഷേപിക്കാനായിട്ടൊന്നുമില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം ഈ വട്ടായി എന്ന് പറയുന്ന അച്ഛന്റെ പിന്നെ ധ്യാന കേന്ദ്രത്തിൽ നിന്നൊക്കെയുള്ള ഞാൻ പറയുന്ന യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന
അനുഭവ സാക്ഷികളുടെ വീഡിയോയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട് 2 കുട്ടികൾ വന്നിട്ട് പരീക്ഷയ്ക്ക്, ഞങ്ങളുടെ ഈ പരീക്ഷയുടെ കാര്യം പറഞ്ഞു, പരീക്ഷയ്ക്ക് പഠിക്കാത്ത കുട്ടികൾ അവര് പറയുന്നത് പിന്നെ 10 മാർക്ക് 5 മാർക്കൊക്കെയാണ് കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. അവസാനം പ്രാർത്ഥിച്ചിട്ട് ആത്മാഭിഷേകത്തിൽ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് 92 മാർക്ക് 95 മാർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവര് സാക്ഷ്യം പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ എത്ര വലിയൊരു സലീംകുമാർ പറയുന്നവര് വെറുതെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ദിലീപിന്റെ ഒരു അതെ, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചപ്പം ഇങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങളെയൊക്കെയാണ് ഈ ആത്മീയ കച്ചവടക്കാര് നാട്ടില് പിന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികളോട് പറയേണ്ട, മക്കളെ നിങ്ങൾ പോയി പഠിച്ചാൽ പരീക്ഷ എഴുതിയാലേ ജയിക്കുള്ളൂ, അല്ലാതെ പിന്നെ ഈ പ്രാർത്ഥിച്ചാൽ മാർക്ക് കിട്ടുന്ന ഒരു സംഭവം അല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതിന് വരാം. അത് ഇന്ന് നാട്ടിലെ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യുന്ന ധ്യാന ഗുരുക്കന്മാരാണ്. വേറെടുത്ത് വട്ടായി, വേറെടുത്ത് വളവനാല്, വേറൊരിടത്ത് ഇപ്പം കൃപാസനം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പാസ്റ്റർമാരും എല്ലാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല നമ്മളിപ്പോ അവരാരും കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിപ്പോ അവരെ പറ്റി പറയാം, പേരെടുത്ത് പറയാം, ആൾക്കാരെ പറ്റി പറയാതെ നമ്മൾ ഈ പ്രസ്ഥാനങ്ങളെ പറ്റി പറയാൻ എനിക്ക് കുഴപ്പമില്ല. അവരിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കൺമുൻപിലുള്ള യാഥാർത്ഥ്യമാണ്. ഈ വീഡിയോസ് ഒക്കെ അവര് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇത് കാണുന്നത്. എന്നിട്ട് അവരതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ടേ? നമ്മൾ അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്. ശരിക്കും ഞാനൊരു പരിധി വരെ താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ പറഞ്ഞ മാതിരി നമ്മളിപ്പോ ആൾക്കാരോട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ലൈക്ക് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിങ്സ്. എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പുണ്ട്. കാരണം പല സമയത്തും ആത്മീയത കച്ചവടവൽക്കരിക്കപ്പെടുന്നതിനെ പറ്റി എനിക്ക് വ്യക്തമായ അഭിപ്രായമുണ്ട്. അപ്പൊ അത് നമ്മളിപ്പോ തൽക്കാലം നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇപ്പൊ ആത്മീയത ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഒരു പിന്നെ അതുവരെ ഉണ്ടായിരുന്ന സംഭവത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഇപ്പൊ സഞ്ജയന്റെ ആ നോവലല്ല ചെറുകഥയാണെന്ന് എന്റെ ഓർമ്മ, ഏലസ് വിൽക്കുന്ന വരി തിരിച്ചറിവുണ്ടാവുകയാണ്. ഇത് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, നമ്മള് പഠിക്കണം, അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ പേരിൽ നടക്കുന്ന കച്ചവടങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് ആ ഒരു ചിന്ത രൂഢമൂലം പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചു, അതിനെപ്പറ്റി വായിച്ചു. അങ്ങനെ സ്വതന്ത്രമായിട്ട് ആരുടെയും ഇൻഫ്ലുവൻസ് ഉള്ള റിച്ചർഡ് ഡോക്കിൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാം ഹാരിസോ ഫോർ ഹോഴ്സ്മെൻ ഒന്നും അല്ല താങ്കളെ ഇതിലോട്ട് ചിന്തിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ അതൊക്കെ ലേറ്റർ ഓൺ ആണ്. ഞാൻ പറഞ്ഞു ഒരുപക്ഷെ സ്വതന്ത്ര ചിന്തയിലേക്കൊക്കെ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു ആഗ്നോസ്റ്റിക് സ്റ്റേജിലെങ്കിലും എത്തിയതിനു ശേഷമാണ് ഞാൻ ഈ വായനകൾ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് റിച്ചാർഡ് ഡോക്കിൻസിനെ ഗോഡ് ഡെലൂഷനെ ഒക്കെ പിന്നീട് വായിച്ചതാണ്. ഇപ്പൊ ജീവിത അനുഭവങ്ങൾ മാത്രം മതിയായിരുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോൾ തന്നെ നോക്കൂ ഓരോ സംഭവങ്ങൾ. ഇപ്പം ഈ കളമശ്ശേരിയിലെ നമ്മുടെ ഈ അടുത്ത നാളിൽ നടന്ന സംഭവം പറയുകയാണെങ്കിൽ ബോംബ് പൊട്ടുന്നത് എവിടെയാണ്? ഒരു പ്രാർത്ഥനാ സമ്മേളനത്തിലാണ് അല്ലെ. ഞാൻ അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നത് 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയിരിക്കുന്നു അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകും എന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ പക്ഷേ യേശുക്രിസ്തുവിന്റെ അല്ലെ യഹോവ സാക്ഷികളാണെന്ന് ആയിരിക്കും, യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാത്ത ഗ്രൂപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും എനിക്ക് ഇതിന്റെ ഡിനോമിനേഷൻ അറിയില്ല. പക്ഷെ പ്രാർത്ഥിക്കാൻ കൂടുന്നവരുടെ ഇടയിലാണ് ആ ബോംബ് പൊട്ടുന്നതും. അവിടെ ഒരു ദൈവവും അവരെ രക്ഷിക്കുന്നില്ല. ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ അമേരിക്കയില് 2017 ടെക്സസ് സ്റ്റേറ്റില് സൂദർലാൻഡ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളിയിൽ, ഒരു ഞായറാഴ്ച പള്ളിയിൽ ഒരക്രമി തോക്കുമായിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഇടയിലേക്ക് പിന്നെ വെടിയുതിർക്കുകയാണ്. 27 പേരാണ് അജി അന്ന് ആ പള്ളിക്കകത്ത് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യര് പിന്നെ വെടിയേറ്റ് മരിക്കുന്ന പാസ്റ്റർ അടക്കം. ആ സംഭവം ഞാൻ എന്റെ ഈ കവിതാ സമാഹാരത്തില് ഞാൻ ആദ്യം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കവിത പിന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഉണ്ട്. കാരണം ആ സംഭവം എന്നെ അത്രയേറെ, ഞാനിതൊക്കെ പറയുന്നതിന് കാര്യം എന്നെ മാറി ചിന്തിപ്പിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ എന്നെ പിന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളാണ് ഈ എത്തിസത്തിന്റെ വഴികളിൽ. അവിടെ അന്ന് 26 പേര് മരിക്കുന്നതിലെ ഒരു സ്ത്രീ 9 മാസം ഗർഭിണിയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ കുഞ്ഞിന്റെ ഡ്യൂ ആണ്. ആ കുഞ്ഞു വരെ, ഗർഭസ്ഥ ശിശു വരെ മരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് ഞാൻ ഇതൊക്കെ ഒത്തിരിയേറെ അതിനെക്കുറിച്ച് എന്നെ അത് വല്ലാതെ ഹോണ്ടി ഇങ്ങനെയുള്ള വാർത്തകൾ. അല്ലെങ്കിൽ പിന്നെ ഈ 2019 മറ്റേ ശ്രീലങ്കയിൽ നടന്ന ബോംബ് സ്ഫോടനം 3 പള്ളികളിൽ, ബാജി ഓർക്കുന്നുണ്ടാവും, 2019 3 പള്ളികളിൽ നടന്ന ബോംബ് സ്ഫോടനം. ആദ്യത്തേത് സെന്റ് ആന്റണീസ് ചർച്ച് എന്ന് പറയുന്ന അവിടെ ഏതാണ്ട് 50ഓളം പേര് മരിക്കുകയാണ്. രണ്ടാമത്തെ മറ്റേ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചില് 115 പേരാണ് ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നത്. രണ്ടും കാത്തലിക് ചർച്ചായിരുന്നു. മൂന്നാമത്തേത് ഒരു സിയോൺ എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചായിരുന്നു. ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഏതാണ്ട് 30 പേര്. പക്ഷെ അവിടെ രണ്ടാമത്തെ പള്ളിയില്
ഒരു സംഭവം അന്നത്തെ ആ ഒരു വാർത്തയിൽ ഞാൻ വന്ന് ഓർക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അന്ന് പറയുന്നത്, അയാൾ ഈ കുർബാന തീരുന്നതിനും തൊട്ട് മുമ്പ് കുറച്ച് മുമ്പേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. പുള്ളിക്ക് സീട്ട് വലിക്കുന്ന ശീലമുണ്ട്. അപ്പം ഭാര്യ ഇറങ്ങുന്നതിന് മുമ്പേ, കുർബാന കഴിഞ്ഞിട്ട് ഭാര്യ ഇറങ്ങുന്നതിന് മുമ്പേ, ഭാര്യ കാണാണ്ടിരിക്കാൻ വേണ്ടി ഒരു സീട്ട് വലിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ബോംബ് പൊട്ടുന്നത്. അയാൾ അപ്പൊ ഈ ശബ്ദം കേട്ടോണ്ട് അയാൾ സീട്ടും വലിച്ചെറിഞ്ഞിട്ട് ഓടിച്ചെല്ലുമ്പോൾ സ്വന്തം ഭാര്യയും കുഞ്ഞും ബോംബ് സ്ഫോടനത്തിൽ മരിച്ചു കിടക്കുകയാണ്. ആ മനുഷ്യൻ സീട്ട് വലിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയത് കൊണ്ട് അയാളുടെ ജീവൻ രക്ഷപ്പെടുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ ഒന്നും ജീവിതത്തെ ഒരു തരത്തിലും സ്വാധീനിക്കുന്ന ഒരു ദൈവം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇൻവോൾവഡ് ആകുന്നുമില്ല. പിന്നെ അങ്ങനെ ഒരു ദൈവത്തെ, മനുഷ്യന്റെ ഭാവന സൃഷ്ടിയായ ഒരു ദൈവത്തെ നമ്മൾ എന്തിനു പ്രൈസ് ചെയ്തും വർഷിപ്പ് ചെയ്തും സമയം വേസ്റ്റ് ചെയ്യും? അല്ലെ, ഇത് തന്നെയല്ലേ വിഷയം. ഞാൻ എത്തിസം പറയാൻ വേണ്ടിയാണ് എന്നാണ് നിങ്ങൾ വിളിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞ നമ്മള് വൺ വേ അല്ലല്ലോ, ഞാനും ചോദിച്ചും പറയാലോ. അപ്പൊ അത് ചുരുക്കി പറഞ്ഞ ഞാൻ താങ്കൾ പറഞ്ഞ് മനസ്സിലാക്കി അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ താങ്കളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ താങ്കൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തി ജീവിതങ്ങളിൽ പിന്നെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം വേണ്ടുന്ന രീതിയിൽ പ്രകടമാകുന്നില്ല. അതായത് ഇപ്പോൾ ഒരു ബോംബ് പൊട്ടുമ്പോൾ അവിടെ ജെയിംസ് ചേട്ടാ, ഞാനേ ചേട്ടൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറുമൊന്നും ചെയ്യുന്നില്ല. അപ്പൊ അത് ആ ഒരു രീതിയിലല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നമ്മള് അതായത് വേണ്ടുന്ന രീതിയിൽ ദൈവം പ്രാർത്ഥനാ മീറ്റിങ്ങുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള പിന്നെ സ്ഥലങ്ങളിലോ ഒന്നും കാണുന്നില്ല. വേണ്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിലും ദൈവത്തിന്റെ സാന്നിധ്യം താങ്കൾക്ക് വിസിബിൾ അല്ല. അതുകൊണ്ട് ഈ പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിൽ ദൈവം വിസിബിൾ അല്ല. ഇത്രയുമാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. അതായത് ഇപ്പൊ ആ മനുഷ്യൻ സിഗരറ്റ് വലിക്കാൻ ഇറങ്ങിയപ്പോൾ അയാൾക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് വലിച്ചത് കൊണ്ട് അല്ലെങ്കിൽ വലിക്കാൻ ഇറങ്ങിയോണ്ട് അയാൾ രക്ഷപ്പെട്ടു. അവിടെ ഇരുന്നവരെ ദൈവത്തിന് വേണ്ടുന്ന രീതിയിൽ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഞാൻ ഇതിന്റെ അത് മനസ്സിലാക്കുന്നത്. നമുക്ക് ചർച്ചയുടെ അടുത്ത ഒരു ഘട്ടത്തിലോട്ട് പോകാം. അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ തിരുത്ത് വരതാം. ഈ നിങ്ങളുടെ ഒരു രീതി ഞാൻ പലരിലും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം സിഗരറ്റ് വലിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ജീവൻ രക്ഷിക്കാനുള്ള അതാണോ? അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിഡക്ട് ചെയ്തെടുക്കരുത്. ഞാൻ പറഞ്ഞ അയാള് സിഗരറ്റ് വലിക്കാൻ ഇറങ്ങിയതുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു. വലിക്കുന്നതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു, അതാണ് കൂടുതൽ നല്ലതെന്നുള്ളതല്ല. ആ രീതി അതിനെ വളച്ചൊടിക്കരുത്. അങ്ങനെയല്ല വളച്ചൊടിച്ചൊന്നും അല്ലല്ലോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു, അതായത് ഇപ്പൊ അവിടെ നിൽക്കുന്നേക്കാളും നല്ലത് പുറത്തിറങ്ങുന്നതാണ് നല്ലതെന്നാണ് മനസ്സിലാക്കിയത്. അവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് അങ്ങനെയില്ല, അങ്ങനെ അത് അർത്ഥമാക്കുന്നില്ല. ആ മനുഷ്യൻ പുറത്തിറങ്ങിയതുകൊണ്ട് ആ സംഭവത്തിൽ രക്ഷപ്പെട്ടു. അതായത് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആവശ്യം അവിടെ പള്ളിയിൽ പോയില്ലാത്തവരും അന്ന് പള്ളിയിൽ പോയില്ലായിരുന്നെങ്കിൽ അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ വണ്ടി ഓടിച്ച് നമ്മളിപ്പോ ആക്സിഡന്റ് ചേട്ടന് അന്ന് ആക്സിഡന്റ് ആയ സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കാതെ ജോലിക്ക് പോകാതിരുന്നെങ്കിൽ പോകണം. അതുകൊണ്ട് നമ്മൾ ജോലിക്ക് പോകണ്ട എന്ന് പറയുന്ന പോലെ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എങ്ങോട്ടാ നിങ്ങള് പിന്നെയും നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞ ഈ രീതിയിൽ കൂടെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ. വണ്ടി ഓടിക്കുമ്പോൾ സ്നോ ഉള്ള ദിവസം വണ്ടി ഓടിക്കുമ്പോൾ കൂടുതൽ നമ്മൾ കോഷൻ എടുക്കേണ്ടതായിരുന്നു. അവിടെ ഒരു ഫോൺ കോൾ കൂടെ വന്നപ്പോൾ എന്റെ അശ്രദ്ധയാണ് അത് സംഭവിച്ചതെന്നും മറിച്ച് പിന്നെ ചേട്ടന്റെ അശ്രദ്ധയല്ല, ചേട്ടൻ വളരെ ശ്രദ്ധയോടെ കൂടി ഓടിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് അത് ഇവിടെ വിഷയം അതല്ല. ചേട്ടൻ ശ്രദ്ധയോടെ കൂടി ഓടിക്കുകയാണ്, വേറെ ഒരാൾ അശ്രദ്ധമായിട്ട് ഓടിച്ച് താങ്കളെ ഇടിച്ചു. ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തുകയോ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു ഡിഡക്റ്റീവ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അതിനൊരു റീസണിങ് ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു എളിയ അഭിപ്രായം. നമുക്ക് ഈ വിഷയം തൽക്കാലം വിട്ടാലോ? നമുക്ക് വേറെ അതെ വിടാം, അടുത്തേക്ക് പോകാം. പക്ഷെ അതിനു മുമ്പേ അവിടെ ഒരു ഡിറ്റക്റ്റീവായിട്ട് നമ്മൾ ഒരു ആക്സിഡന്റോ ഒന്നോ രണ്ടോ സംഭവങ്ങളും നല്ല പറഞ്ഞു. ഇത് 1-2 എക്സാമ്പിളുകളാണ് പറയുന്നത്. ഒരു തരത്തിലും ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഒരിടത്തിരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി? നമ്മളത് ഡിഡക്ഷൻ, നമ്മളതൊരു മെച്ചുവർ ആൾക്കാരല്ലേ. എനിക്ക് 40-45 വയസ്സായി, ചേട്ടന് 50 വയസ്സായി ഉണ്ടാവും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വി ആർ മെച്ചുവർ, പീപ്പിൾ ആർ ലിസണിങ്. നിങ്ങൾക്കും അറിയാം നിങ്ങൾ എന്താ സംസാരിക്കുന്നത്. നമ്മള് ഒരാളെ ക്ലോസ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചർച്ച ചെയ്യുക, കേൾക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ്. ഞാന് എന്റെ കാര്യങ്ങളാണ് പറയുന്നത്, എന്റെ ചിന്തകളാണ് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ ആശയങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് എന്റെ എത്തിസത്തിന്റെ വഴിയിലേക്ക് ഞാൻ വന്നതെന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു.
അതിന് എന്റെ അനുഭവങ്ങളും എന്റെ ചിന്തകളും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടോ സയൻസ് പിന്നെ പഠിച്ചോ അങ്ങനെയൊന്നും ഒരു വ്യത്യസ്തമായ ഒരാളല്ല. മറിച്ച് എന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഉണ്ടായ എന്റെ ചിന്തകളിൽ നിന്നും അത് പറഞ്ഞത് ഞാനൊരു എത്തിയസ്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും ഡിക്ലെയർ ചെയ്യുന്നില്ല. ഞാൻ ആരോടും ഈ ദൈവം ഇല്ല എന്ന് ഞാൻ ഇന്ന് ഇവിടെ ഇതിൽ വന്നതും നിങ്ങളോട് ദൈവം പിന്നെ ഇല്ല എന്ന് വാദിച്ച് ജയിക്കാൻ വേണ്ടിയല്ല. നിങ്ങൾ ഇനി ദൈവം ഉണ്ടെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ ചർച്ച പോലും തുറന്നതിൽ ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് ദൈവം വേണ്ട. എന്റെ ഓപ്പണിംഗ് സെന്റൻസ് എന്തായിരുന്നു? ഐ ഡോണ്ട് നീഡ് എ ഗോഡ് ടു ലീവ്. എനിക്ക് ദൈവം വേണ്ട. അതീതമായി സ്വതന്ത്ര ചിന്തകനായി ജീവിക്കുന്നു. നിങ്ങളുടെ മുമ്പില് പിന്നെ നിങ്ങളോട് ദൈവം ഇല്ല എന്ന് സമർത്ഥിച്ച് ജയിക്കാൻ അല്ല ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ നേരെ തിരിച്ച് ദൈവം ഉണ്ടെന്ന് എന്നെ പറഞ്ഞ് തിരുത്താനും നോക്കണ്ട. എന്റെ സ്വതന്ത്ര ചിന്തയുടെ വഴികൾ എന്താണെന്ന് അറിയണമെങ്കിൽ അതിനുള്ള ചോദ്യം ചോദിക്കാൻ മറുപടി പറയുക എന്നുള്ളത് മാത്രമേ. നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് നല്ല നല്ല ചർച്ചയാണ്. ഇപ്പൊ താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പൊ ദൈവത്തെ വേണ്ടുന്ന രീതിയിൽ കാണാൻ പറ്റില്ല എന്നുള്ള, അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിൽ വിസിബിൾ അല്ല, ഇത് പ്രപഞ്ചത്തില് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്. എന്താണ് ഈ നാച്ചുറലും സൂപ്പർ നാച്ചുറലും? അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചോൽപത്തിയെ പറ്റി ഞാൻ ശല്യപ്പെടുത്താതെ താങ്കൾ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് താങ്കൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചോൽപത്തി സംഭവിച്ചതെന്നുള്ള ഒരു കാര്യം ജസ്റ്റ് 5 മിനിറ്റ് 2 മിനിറ്റ് എത്ര സമയമാണ് എടുത്തത്? ഞാൻ ശല്യപ്പെട്ടു. എങ്ങനെയാണ് ഈ കാണുന്ന ചരാചരങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്, ഈ കാണുന്ന പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള ജെയിംസ് കുരിക്കാട്ടിൽ എന്ന് പറയുന്നത്. ഇപ്പൊ വേറൊന്നും ഒരു വ്യക്തി താങ്കൾ പറയാണ് എങ്ങനെയാണ് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായത്, പ്രപഞ്ചോൽപത്തി താങ്കൾ കാഴ്ചപ്പെടും. പ്രപഞ്ചം അജി എങ്ങനെ ഉണ്ടായാലും അതെന്റെ സ്വതന്ത്ര ചിന്തയെ ബാധിക്കുന്ന സാധ്യത. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആദ്യം മുതലേ പറഞ്ഞത്, സയൻസ് പഠിച്ചിട്ടല്ല, പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല ഞാൻ എത്തിയസ്റ്റായെന്ന് ഞാൻ പറഞ്ഞത്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഇപ്പം പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് ഇപ്പം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ചോദിച്ചു, ഞാൻ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ, എന്നെ സംബന്ധിച്ചിടത്തോളം സയൻസ് പ്രപഞ്ചോൽപത്തി ഒന്നും പഠിച്ചിട്ടല്ല ഞാനൊരു വ്യത്യസ്തമായെന്ന്, അല്ലെങ്കിൽ ഞാനൊരു സൗന്ദര്യന്തനായെന്ന് ഞാൻ തുടക്കത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതാണ്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി എങ്ങനെയും ആവട്ടെ, സ്റ്റഡി പിന്നെ ബിഗ് ബാങ് മൂലമാവട്ടെ, സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആവട്ടെ, അല്ലെങ്കിൽ ഇതിനൊക്കെ മുമ്പ് നമ്മൾ പ്രപഞ്ചം ഇപ്പൊ എക്സ്പാൻഡ് ചെയ്യുകയാണെന്ന് നമുക്കറിയാം. അപ്പം പിന്നോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിംഗുലാരിറ്റി പോയിന്റ്, അതിൽ നിന്നൊക്കെ അതെന്തും ആയിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, ശാസ്ത്രം അതിനിപ്പം നിരവധി ശാസ്ത്രത്തിന്റെ നിഗമനങ്ങളും ഒക്കെ ഞാനും ഇതൊക്കെ കുറെയൊക്കെ വായിക്കുന്നുണ്ട്. അത് പിന്നെ അജിക്കും അറിയാവുന്നതാണ് അല്ലേ? അപ്പം അത് വ്യക്തമായിട്ട് നമുക്ക് ഇന്നും അതിനൊരു കൃത്യമായ ഉത്തരം, സയൻസ് എന്ന് പറയുന്നത് ഒരു പിന്നെ സത്യത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ യാഥാർത്ഥ്യങ്ങൾ പിന്നെ കൂടുതൽ പഠനങ്ങളും അന്വേഷണങ്ങളും നടക്കുമെന്ന് നമ്മൾ അറിയാം. അന്ന് ഒരുപക്ഷെ ഈ ബിഗ് ബാങ്ങോ അല്ലെങ്കിൽ ബിഗ് എക്സ്പാൻഷനോ ഈ സിംഗുലാരിറ്റിക്കോ ഒക്കെ അപ്പുറമുള്ള പുതിയ ഇതും ഉണ്ടായേക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രപഞ്ചം എങ്ങനെ ഇപ്പൊ എന്തു തന്നെ ആയാലും ഒരു വ്യക്തി ഇത് പിന്നെ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്നതിൽ കൂടുതൽ ഇന്നുള്ള ഈ സയൻസിന്റെ ശാസ്ത്രം പറയുന്ന നിയമങ്ങളൊക്കെയാണ് കൂടുതൽ യുക്തിസഹമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പറയുന്നതനുസരിച്ച് ഇപ്പൊ ജെയിംസ് പറയുന്നതനുസരിച്ച് ഇത് പറയുന്നത് താങ്കളുടെ ഒരു വിശ്വാസമാണ്. ഇത് സയൻസ് നാളെ ഇത് പ്രൂവ് ചെയ്യും എന്നുള്ള താങ്കളുടെ വിശ്വാസമാണ്. ഈ നിലവിൽ എന്താണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ചോദിച്ചത് താങ്കളുടെ അതിലൊരു ഉത്തരവില്ല. താങ്കൾ പറയണത് ബിഗ് ബാങ് അല്ലാതിരിക്കാം, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്ന് പറയുന്നത് എനിക്ക് നല്ല അക്സെപ്റ്റ് ചെയ്ത ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പൊ താങ്കൾക്ക് അറിയില്ല. അപ്പൊ താങ്കളുടെ കാര്യം ഇന്ന് ഉത്തരവില്ല, നാളെ ഒരു ഉത്തരം കിട്ടാം. അപ്പൊ സയൻസിൽ താങ്കൾ വിശ്വസിക്കുകയാണ്. അതായത് ഇന്ന് താങ്കളുടെ കയ്യിൽ ഉത്തരവില്ല. ഞാൻ ചോദിച്ചു എന്താണ് പ്രപഞ്ചോൽപത്തി? കാരണം ഒരു മനുഷ്യന്റെ അടിസ്ഥാനം, നമ്മുടെ മോഹൻലാൽ ഒരു സിനിമ ചോദിക്കുന്നത് ഞാൻ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു, ആരാണ് ബുദ്ധനും ശങ്കരനും തേടി എറിഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞ മാതിരി ഞാൻ ആരാണെന്നുള്ള ചോദ്യം. അപ്പൊ അതായത് പ്രപഞ്ചോൽപത്തിയെ പറ്റി താങ്കളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ സയൻസിലെ വിശ്വാസമാണ്. നാളെ സയൻസ് കുറച്ചുകൂടെ നന്നാവും, സയൻസ് കുറച്ചുകൂടെ ശരി. ഇതൊരു വിശ്വാസമായിട്ട് കഴിഞ്ഞ ദിവസം ലോറൻസ് കോസിനോട് ലോറൻസ് കോസിനെ അറിയാമെന്ന് ഞാൻ വിചാരിക്കാം. കാരണം ഇപ്പൊ എനിക്ക് പറഞ്ഞാൽ ഏത്യസ്റ്റുകളുടെ ഏറ്റവും വലിയൊരു കോർണർ റണ്ണായിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ജോർഡൻ പീറ്റർസൺ ചോദിച്ചൊരു ചോദ്യമുണ്ട്.
ഈ എന്താണ് സയൻസിനെ പറ്റി അല്ലെങ്കിൽ ഏത്തീസ്റ്റുകളെ പറ്റിയുള്ള അഭിപ്രായം. അപ്പൊ ലോറൻസ് കോസ് വളരെ ഒഡിബിൾ ആയിട്ട് പറഞ്ഞൊരു കാര്യം ഏത്തീസം ഈസ് എ ബിലീഫ്. അപ്പൊ താങ്കളത് അംഗീകരിക്കുകയാണ്. കാരണം നിങ്ങൾ കേട്ടോന്നറിയില്ല, ജോൺ പീറ്റേഴ്സണും ലോറൻസ് ക്ലോസുകളുടെ ആ ഡിസ്കഷനിൽ ക്ലിയർ ആയിട്ട്, കാരണം ഓൾ ഓഫ് ഹിസ് അതർ കൗണ്ടർ പുള്ളിയുടെ അതർ എല്ലാ കൊളീഗ്സും അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. ബാക്കി എല്ലാവരും പറഞ്ഞില്ലല്ലോ ഏത്തീസം എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്, അതാണ് ഇതാണ്. ലോറൻസ് ക്ലോസ് വാസ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ് ആണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഫിസിസിസ്റ്റ് പറഞ്ഞത് ഏത്തീസം ഈസ് എ ബിലീഫ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതീസം എന്ന് പറയുന്ന ഒരു വിശ്വാസ സംഹിതയാണ്, ദൈവമില്ല, നാച്ചുറലിസം എന്ന് പറയുന്ന സാധനത്തിൽ വിശ്വസിച്ചു. അടിവാരിയുടെയാണ് ഇന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഫിസിസിസ്റ്റിന്റെ അഭിപ്രായമാണ് ഞാനീ പറഞ്ഞത്. അതെ, അയാൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, അത് അയാളുടെ അഭിപ്രായം. അതുകൊണ്ട് അത് ജെയിംസ് ചേട്ടനും അത് തന്നെയല്ലേ പറഞ്ഞത്. അതായത് എനിക്ക് അറിയില്ല എങ്ങനെയാ ഉണ്ടായതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിലനിൽക്കുന്ന തിയറികളല്ലേ നമുക്കറിയൂ. അതാണ് ഞാൻ പറഞ്ഞത്. അറിയില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന തിയറികളല്ലേ നമുക്കറിയും. കറക്റ്റ്. അപ്പൊ അറിയില്ലാത്ത കാര്യങ്ങളുള്ള വിശ്വാസം അതാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയായിരിക്കണം പ്രപഞ്ചം ഉണ്ടായത്. അതിനപ്പുറമുള്ള കുറച്ചുകൂടി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പുതിയ തിയറികൾ വന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ അങ്ങനെയാണല്ലോ മനുഷ്യൻ വേണ്ടത്. നമ്മൾ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തുമ്പോൾ അത് പുതിയ അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിനെ കൂടുതൽ ശരികളെ ഉൾക്കൊള്ളാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്.